ഹലോ, നാട്ടിലെത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മക്കുട്ടി കൂടി കറങ്ങാനിറങ്ങി. ആദ്യം തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ശ്രീ കിരാതപർവതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുത് ഞങ്ങൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മായനൂർ പാലമാണ്. താഴെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. ആ വ്യൂ അത് നിങ്ങൾ നേരിട്ട് തന്നെ കാണണം. പാലക്കാട് ചെന്ന് മേഴ്സി ജംഗ്ഷനിൽ ഇറങ്ങി ഞങ്ങൾ ആദ്യം പോയത് കൊടുന്തിരിപ്പള്ളിയുള്ള ശ്രീ കക്കോട്ട് കാവിലേക്കാണ്. പാലക്കാട് ആയിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും വരുന്നൊരു അമ്പലമായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അമ്മുക്കുട്ടിയും കൊണ്ടൊന്ന് പോയി തൊഴുകണമെന്ന് തോന്നി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അപ്പോഴേക്കും വിശപ്പായി തുടങ്ങി. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. സോഷ്യൽ കിച്ചണിലാണ് ഞങ്ങൾ പോയത്. മുൻപൊരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതും അവിടെ തന്നെ പോയത്. നല്ല ആംബിയൻസ് ആണ്. ഒരു കുളത്തിൻ്റെ സൈഡിൽ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. സെൽഫ് സർവീസാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു റവ ഓണിയൻ റോസ്റ്റ് പൂരി സബ്ജിയൊക്കെ കഴിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്. അമ്മക്കുട്ടിക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ടപ്പോൾ അവൾ കോട്ടയിൽ പോകണമെന്ന് പറഞ്ഞു. പാലക്കാട് സുൽത്താൻ കോട്ടയിൽ. ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. അവൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. അവിടെ ഈ ആ മീനൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ അതിനകത്ത് അമ്പലമുണ്ട്, ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയും പോയി പ്രാർത്ഥിച്ചു. നാട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. എനിക്ക് അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവങ്ങളെന്നും കൂടെ ഉണ്ടാവണം എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും അമ്മുക്കുട്ടിക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ നോക്കി നിന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വാടിക തുറന്നു. ശിലാവാടിക കുട്ടികളുടെ ഒരു പാർക്കാണ്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് അവൾക്ക് കുറച്ച് റൈഡുകളിലൊക്കെ കയറണം എന്ന് പറഞ്ഞു. നാട്ടിൽ വരുമ്പോൾ എന്നോട് പറയുന്ന ഒരേ ഒരു ആഗ്രഹമാണ് പാർക്കിൽ കൊണ്ടുപോകണമെന്ന്. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുറേ നേരം അവളിങ്ങനെ റൈഡുകളിലെല്ലാം കയറി കളിച്ച് ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് കാണിക്കാൻ ചെറിയൊരു ഷോർട്സിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പാലക്കാട് ജസ്റ്റ് പോകുന്നവരാണെങ്കിലും നമുക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയത് DACയിലാണ്. ഞാൻ 3 വർഷം വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞാൽ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തേക്ക് വന്നു. പ്രൈവറ്റ് ബസ്, സൈഡ് സീറ്റ്, പാട്ടുകൾ, ഒരു വല്ലാത്തൊരു ഫീലാണ്. അവിടെ നിന്ന് വന്ന് നേരെ പോയത് നീളയിൽ കയറി ഒരു ബിരിയാണി, ഓറഞ്ച് ജ്യൂസും. നീളയൊക്കെ ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലമാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇതൊന്നും ഞാൻ മുടക്കാറില്ല. പിന്നെ മദർ കെയറിൽ കയറി ക്രിസ്മസിന് കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം വാങ്ങി. ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ക്രിസ്മസ് ട്രീ അമ്മക്കുട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.